നമസ്കാരം. ബോളിവുഡിലെ ഹാസ്യതാരം കപിൽ ശർമ്മയുടെ കാനഡയിലെ കഫേക്ക് നേരെ നടന്ന വെടിവെപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഖലിസ്ഥാൻ വാദികൾ. കഫേ ഉദ്ഘാടനം ചെയ്ത ദിവസങ്ങൾക്കുള്ളിലാണ് ആക്രമണമുണ്ടായത്. അക്രമി 9 തവണയെങ്കിലും കഫേ ലക്ഷ്യമാക്കി വെടിയുതിർക്കുകയായിരുന്നു. ഖലിസ്ഥാനി ഭീകരൻ ഹർജിത് സിംഗ് ലെഡ്ഡി വെടിവെപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. റെസ്റ്റോറന്റ് വ്യവസായത്തിലേക്കുള്ള കപിൽ ശർമ്മയുടെ ആദ്യ ചുവടുവെപ്പാണ് ക്യാപ്സ് കഫേ. ഭാര്യ ഗിന്നി ഛത്രതും സംരംഭത്തിൽ പങ്കാളിയാണ്. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ സറയിലാണ് കഫേ സ്ഥിതി ചെയ്യുന്നത്. നിരോധിത ഖലിസ്ഥാനി തീവ്രവാദ സംഘടനയായ ഖബർ ഖൽസ ഇന്റർനാഷണൽ അംഗമായ ഖലിസ്ഥാനി ഭീകരൻ ഹർജിത് സിംഗ് ലെഡ്ഡി വെടിവെപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി വൃത്തങ്ങൾ അറിയിച്ചു. കാനഡ സമയം ബുധനാഴ്ച രാത്രിയിൽ കാറിലിരിക്കുന്ന ഒരാൾ കഫേയുടെ ജനാല ലക്ഷ്യമാക്കി തുടർച്ചയായി വെടിയുതിർക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. ഹർജിത് സിംഗ് ലെഡ്ഡി NIA ഏറ്റവും അധികം തിരയുന്ന ഭീകരരിൽ ഒരാളാണ്. കപിൽ ശർമ്മ തന്റെ ചാനലിലൂടെ പറഞ്ഞ ഒരു തമാശ ഇഷ്ടപ്പെടാതെ വന്നതിന്റെ പേരിലാണ് ലെഡ്ഡി വെടിവെപ്പ് നടത്തിയതെന്നും പറയപ്പെടുന്നു. വെടിയുണ്ടകൾ കഫേയിൽ മാത്രമല്ല സമീപത്തുള്ള കെട്ടിടങ്ങളിലും പതിച്ചു. ആക്രമണം കാനഡയിലെ തദ്ദേശീയരിലും ഇന്ത്യൻ പ്രവാസികളിലും പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ശർമ്മ മുമ്പ് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന പരാമർശങ്ങളാണ് ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്നും വിവരമുണ്ട്. ജൂലൈ 9 നടന്നതായി പറയപ്പെടുന്ന സംഭവത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഓടുന്ന വാഹനത്തിൽ നിന്ന് ഒരാൾ പിസ്റ്റൾ ഉപയോഗിച്ച് കുറഞ്ഞത് 9 തവണ വെടിയുതിർക്കുന്നതായിട്ടായിരുന്നു ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുക. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. പോലീസും ഫോറൻസിക് സംഘങ്ങളും സംഭവസ്ഥലത്തെത്തിയിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് വികാസ് പ്രഭാകറിന്റെ വധവുമായി ബന്ധപ്പെട്ട് NIA തേടുന്നയാളാണ് ലെഡ്ഡി. 2024 ഏപ്രിലാണ് പഞ്ചാബിലെ രൂപ് നഗറിൽ വെച്ച് വികാസ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. കാനഡയിലെ ഖലിസ്ഥാൻ ഭീകരർ ഇന്ത്യക്കെതിരെ നിരവധി ആക്രമണങ്ങൾ പദ്ധതിയിട്ട് വരികയാണെന്ന് കാനഡിയൻ സുരക്ഷാ ഇന്റലിജൻസ് സർവീസ് കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു.